അതെ, ഊണിൻ്റെ കൂടെ കുറച്ച് രസം എടുക്കട്ടെ. ഈ രസം ഉണ്ടാക്കാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട. അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്ത് രസമാണ്. ശരിക്കും നല്ല രസമാണേ. 2 വലിയ തക്കാളി കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. ഇനിയിപ്പോൾ 2 വലിയ തക്കാളി ഇല്ലെങ്കിൽ 4 ചെറിയ തക്കാളി എടുത്തോ. വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകി വരും. ഇനി അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞ ശേഷം കൈകൊണ്ട് അതിനെ നന്നായിട്ട് ഉടച്ചെടുക്കുക. നല്ലപോലെ ഉടച്ചെടുത്ത ശേഷം അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു തിക്നെസ്സാണ് ഈ ഒരു രസത്തിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല തിക്കാണെന്ന് തോന്നിയാൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ച് അതിലോട്ട് 3-4 വറ്റൽമുളക് ഇട്ട്, വറ്റൽമുളക് മാത്രമാണ് ഇതിൽ എരിവിന് വേണ്ടി ചേർക്കുന്നത്. ഇനി അതിലോട്ട് 3-4 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന തക്കാളി രസമില്ലേ, അതങ്ങോട്ട് ഒഴിക്കുക. ഇനി അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും ഒന്നുമില്ലാത്ത ഈസി രസം റെഡി. ഇതൊരു മസ്റ്റ് ട്രൈ ആണേ.